ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ചല്ല അത്യാവശ്യത്തിലേറെ. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ട് എന്താണ് സംഭവം? ഞങ്ങൾക്ക് യാതൊന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാ ഞങ്ങൾക്ക് പേടി പോലെ തോന്നിയിട്ടുണ്ട്. പേടി പോലെ തോന്നിക്കുന്നത് എന്താ സംഭവം കണ്ടിട്ട് എന്താണ്? ഇതെന്താ ഇത് പിന്നെ പെരിയക്കാനോ കറിയക്കാനൊക്കെ സാധനമല്ല കണ്ട. അതല്ല, നമ്മൾ ഇന്ന് എന്താ ഇവിടെ ഉദ്ദേശിക്കണം? എന്ത് വീഡിയോ ആണ്? അതിനെന്താ പേര് പറയാൻ എന്താണ്? ഞങ്ങൾക്കറിയില്ല. ചലഞ്ചാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടയുണ്ട് നിങ്ങൾ ചലഞ്ച് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ചായിട്ട് നിൽക്കണം. ഒന്നല്ല 2-3 ചലഞ്ച് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇമ്മമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമ്മൾ വെറുതെ അല്ല ചലഞ്ച് വീഡിയോസുകൾ ചെയ്യുന്നത്. നേരെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ക്യാഷ് പ്രൈസും കൂടി കൊടുക്കുന്നുണ്ട്. 500 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ 5 വട്ടതാക്കിയാൽ മതി. അപ്പൊ 500 രൂപ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ചലഞ്ച് തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിന്ന് കുറച്ച് സാധനങ്ങൾ അടിയിൽ നിരത്തി വെക്കും. നിരത്തി വെച്ചിട്ട് അതേ കറക്റ്റ് ലെവലിൽ ഓർഡറിൽ ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒന്ന് ശരിയായി 2 ശരിയായിക്കോട്ടെ. 2 ശരിയായി 100 രൂപ കിട്ടും. 2 ശരിയാവണം. അതായത് 2 ശരിയായി കഴിഞ്ഞാൽ 100 രൂപ ഉണ്ടാവും. ഇപ്പൊ ഓല് മൊത്തം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ 200 രൂപ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നേരെ വീഡിയോയിലേക്ക് നിങ്ങൾ കണ്ടോളി ബാക്കി എന്താണെന്ന്. ഗായ്സ്, അങ്ങനെ നമ്മളെ സാധനങ്ങൾ ഇവിടെ മുന്നേ റെഡിയാക്കി വെച്ചിക്കണ്. ഞങ്ങൾ ഇല്ല കേട്ടോ, ഞങ്ങൾ ആരും അല്ല ചെയ്തിക്കണേ, മുന്നേ അവിടെ റെഡിയാക്കി വെച്ചിക്കണത്. അപ്പോ സംഭവം സെറ്റാക്കി വെച്ചിക്കണ്. എക്സൈറ്റ്മെന്റിലല്ലേ? ആണ്. നമുക്ക് എന്താ സംഭവം പിടുത്തം കൂടി കിട്ടിയിട്ടില്ല. ഉമ്മമാനോടാ. ഓക്കെ, ഞങ്ങൾ ഇങ്ങോട്ട് ബാക്കി വെക്കാണ്. ഉമ്മ ചെന്നോണ്ട് ഇതായിക്കോളി, ചെന്നാണ്ട് ചെയ്തോളി. അപ്പുറത്തേക്ക് നോക്കരുത് കേട്ടോ. ടോട്ടല് 4 സാധനങ്ങളുണ്ട്. 4 താക്കണേക്ക് വെക്കണേ. നോക്കട്ടെ. ഇല്ല സത്യമായിട്ട് കണ്ടില്ല. ഇല്ല കണ്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. എന്തിനാ വന്നോണ? ഓക്കെ. ഇമ്മമ്മ ഇല്ലട്ടോ, ഞങ്ങൾ ഇതാക്കിയിട്ടല്ല സത്യം. പടച്ച തമ്പുരാൻ സത്യം. മുന്നേ അവിടെ നാട് സെറ്റ് ചെയ്ത് വെച്ചിക്കാണ്. ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാണ്. അടികൾ നോക്കിയാൽ കാണൂല. അതിനവിടെ 3 മക്കളാണ് സത്യം. എന്തായാലും ഇമ്മമ്മ വിന്നറാണ് കേട്ടോ. എന്തായാലും ഇമ്മമ്മക്കിലെ ക്യാഷ് പ്രൈസ് നമ്മൾ ഇപ്പൊ തന്നെ കൊടുക്കാം. മമ്മ എടുത്തോളി. അല്ല, മമ്മ ഇവിടുന്ന് എടുക്കാം. ജയിച്ചു കഴിഞ്ഞാൽ മമ്മ ഇവിടുന്ന് എടുക്കാം. 200 എടുക്കാം. 200. മമ്മ 200 കൊണ്ടുപോയി. മമ്മാക്കില്ല 200ആണിത്. സബ്സ്ക്രൈബുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹാപ്പി ആവും അല്ലേ? മുന്നേ ആ ഗന്ധം വിട്ട് മുന്നേ വീഡിയോ എടുക്കണേക്ക് നിങ്ങളെന്നെ ഒന്ന് കണ്ടോയിക്കോളിന്ന്. മുന്നേ പോയിട്ട് ഒരു ഓട്ടം എടുത്തോളി. ചെലപ്പോ അടിച്ചു ഒരു ലോട്ടറി എടുത്തല്ലേ, അതും ബമ്പറിനായിക്കോട്ടെ. ആയിക്കോട്ടെ, തന്നെ ആയിക്കോട്ടെ. പേടിച്ചിട്ട് ചെല്ല് പച്ചോനെ ഉമ്മ ചെയ്തോ. ചെലപ്പോ അവിടെ ഉമ്മ വെച്ചു. ഞമ്മക്ക് എന്താണെന്ന് നമുക്ക് സംഭവം ചെന്ന് നോക്കാം. എന്തോ അയക്കണ ഒന്നും ആയിട്ടുണ്ടാവില്ല. ഒന്നുമില്ല. ഉമ്മ ലോട്ടറി എടുത്തിട്ട് കാര്യമില്ല. അങ്ങോട്ട് വെച്ച സാധനം ഒന്നെങ്കിലും നേരമൊന്നുമില്ല. ഞാൻ പോട്ടെ, നീ മോട്ടോ വെച്ചോ. മൈക്ക് കൊണ്ടുപോ. ഓക്കെ, ഇനി മോട്ടനാണ് ഗൈസ്. എന്താവെന്ന് അറിയില്ല. ഈ പാളിയൊക്കെ കേട്ടോ, ഹൈറ്റ് കൂടുതലുണ്ട് വിചാരിച്ചാൽ തലട്ടൊക്കെ ഉണ്ടല്ലോ. പാളിയെ നോക്കൂല നമുക്ക്. അങ്ങനെയൊന്നുമില്ല. അവിടെ നിന്ന് പരിപാടി അയച്ചാ ഇല്ല. അല്ല, ഇത് ഓരോരോ മുന്നേക്കുള്ള എക്സ്പ്രഷൻ ഒന്നുമില്ല, ഏതുമില്ല. ഇനി ഞാനാണ് കാക്കണേ. ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ എങ്ങനെ വെച്ചോ.
മമ്മക്ക് പാരി നോക്കാം ഇത് വെക്കണ്ടല്ലേ നടുക്ക് വെക്കടാ വൗ എന്തോന്ന് പാവോ നോക്കട്ടെ അനുവിന്റെ രണ്ടെണ്ണം കറക്റ്റ് നോട്ടെ ഓക്കെ രണ്ടെണ്ണം കറക്റ്റ് അപ്പൊ 100 കേട്ടോ നീ ആദ്യം നട്ടല്ലേ അപ്പൊ നമ്മളെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് 100 കിട്ടി വെല്ലിമാക്ക് 200 കിട്ടി $100 കിട്ടും അങ്ങക്ക് അടുത്ത ടാസ്ക് ഉണ്ട് കാരണം നമ്മൾ ഒറ്റ റൗണ്ട് വെച്ചാണ് പോകണേ ഇനി വേറെ 2-4 ടാസ്ക് കൂടി ഉണ്ട് അപ്പം നമ്മൾ ഇനി ഫസ്റ്റത്തെ ടാസ്ക് കഴിഞ്ഞു രണ്ടാമത്തെ ടാസ്ക് ഇനി അതിക്ക് നമ്മൾ കടക്കണം ഇനി രണ്ടാമത്തെ ടാസ്ക് എന്താണ് ബലൂൺ വീർപ്പിച്ചിലായാലോ ടൈം വെച്ചിട്ട് ബലൂൺ പിടിപ്പിച്ചിലാക്കാം ടൈം വെച്ചിട്ട് ബലൂൺ വീർപ്പിച്ചല്ലേ Okay. ആരാണ് ഫസ്റ്റ് എത്ര ബലൂൺ വീർപ്പിച്ച് കെട്ടി വെക്കണം ഇത്ര മിനിറ്റ് ടൈം വരും ആ ടൈമിനുള്ളിൽ ബലൂൺ വീർപ്പിച്ചാൽ കെട്ടി വെക്കുക അതായത് നമ്മൾ 30 സെക്കൻഡ് ടൈം കൊടുക്കും 30 സെക്കൻഡ് ടൈമിന്റെ ഉള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബലൂൺ വീർപ്പിച്ചാൽ ക്യാഷ് പ്രൈസ് മനസ്സിലായോ 100 കിട്ടും മനസ്സിലായോ മമ്മ ഇപ്പൊ എത്ര രൂപ വാങ്ങി ടോട്ടല് 200 200 റൗണ്ട് തന്നെ ഉമ്മയാണ് വിന്നർ ആയിട്ടുള്ളത് ഇനി ഉമ്മ ഓക്കെ അല്ലേ ബലൂൺ ഉറപ്പിച്ചാല് ടൈമർ വെക്കും നമ്മൾ ടൈമർ 30 സെക്കൻഡ് വെക്കും അതിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബലൂൺ ഉറപ്പിച്ചാൽ ഓൾക്കാരും ക്യാഷ് പ്രൈസ് അപ്പൊ നമുക്ക് ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം 30 സെക്കൻഡ് മാത്രമാണ് ടൈം യുവർ ടൈം സ്റ്റാർട്ട് നൗ കൈയൊട്ടി മാമ കൈയൊട്ടി 14 സെക്കൻഡ് ആയി 15 സെക്കൻഡ് വേഗം പോയിക്കൊണ്ട് കെട്ടിയതാക്കണം 20 സെക്കൻഡ് പോട്ടെ അതല്ല കഴിഞ്ഞു 30 സെക്കൻഡ് കെട്ടിക്കോ ഒന്ന് ഫുള്ള് ഗൈസ് എന്തായാലും ഉമ്മാന്റെ ഫ്ലോപ്പായി കാരണം ആകെ ഒരു ബലൂൺ വീർപ്പിച്ചാണ് ഫ്ലോപ്പ് ആയില്ലാന്ന് നമുക്കറിയില്ല കാരണം പറഞ്ഞാൽ ഇനി 3 ആൾക്കാരും കൂടി കടക്കുന്നുണ്ട് അപ്പം ആ ബലൂണാണ് ഉമ്മ വീർപ്പിച്ചത് ഞാൻ മാറിക്കിട്ടോ ഇനി അടുത്തത് മോണ്ടം ബാ യുവർ ടൈം സ്റ്റാർട്ട് നൗ മോനിട്ടൻ 10 സെക്കൻഡ് ആയ 13 സെക്കൻഡ് വാശിയോടെ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോണ്ടൻ മുക്കുന്നുണ്ട് അത് നടക്കുമോ 20 സെക്കൻഡ് അത് ശരി 31 സെക്കൻഡ് ഗൈസ് അപ്പൊ മോനിട്ടൻ ഇവിടെ 2 ബലൂൺ വീർപ്പിച്ചത് അപ്പൊ അമ്മ ഔട്ടായിക്കണം തോന്നല്ല നമുക്ക് ലാസ്റ്റ് ഇതാക്കാലോ ഇനി ഞാൻ എത്രത്തോളം പോകുന്ന അറിയില്ല അപ്പൊ 2 ബലൂണാണ് മോണ്ടൻ വീർപ്പിച്ചത് അപ്പൊ മമ്മ എന്നാലും കുഴപ്പമില്ല നിങ്ങക്ക് കിട്ടും ആയിട്ടില്ല ടൈമൊക്കെ ഉണ്ടേ അല്ലേ വേണ്ട ടൈം ഉമ്മമാന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ കേട്ടോ ഉമ്മ ഞാൻ പറയുമ്പോഴേ റെഡി 1 2 3 സ്റ്റാർട്ട് വീർപ്പിച്ചോളൂ ഇല്ല കളെ പോയില്ല ടൈം ഉണ്ട് അങ്ങനെ വീർപ്പിച്ചട്ടെ വീർപ്പിച്ചട്ടെ 20 സെക്കൻഡ് ആയി മമ്മ 20 കിട്ടും മന്ത ബലൂൺ ഉമ്മക്ക് 29 മമ്മ തോറ്റു കഴിഞ്ഞു മമ്മ ഒന്ന് വീർപ്പിച്ചാണ് വല്യമ്മ ഒന്ന് വീർപ്പിച്ചാണ് അപ്പൊ ഇനി അടുത്ത അനുവിന്റെ എങ്ങനെയാണ് വല്യമ്മ ടാസ്ക് ആണോ എന്താവോ അപ്പൊ മമ്മക്ക് വലിയ പിടുത്തല്ല ഇനി ലാസ്റ്റ് ഞാനാണ് എന്താകുമെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ആകാംക്ഷയോടെയാണ് അനിയന്റെ ടൈം കെട്ടാൻ ചെറിയ വലിയ ബുദ്ധിമുട്ട് എന്ത് ശ്വാസം ഇത് കാറ്റ് കയറാൻ വലിയ ബുദ്ധിമുട്ട് അതാണ് അനുവിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വരലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കെട്ടണ വീർപ്പിച്ച കെട്ടണ അരിയല്ലേ റെഡി 1 2 3 സ്റ്റാർട്ട് സപ്പോർട്ട് ചെയ്യുമ്മ 10 സെക്കൻഡ് ആയി 5 ഏത് കഴിഞ്ഞ സുഖമില്ലാതെ ഇവർക്ക് വീർപ്പിച്ച് തന്നെ പരിചയമുണ്ട് തോന്നുന്നു അല്ലാനോ എവിടേക്കാണ് പോണേ അവിടെ ഞങ്ങളെ കൈ മോണ്ടനെ കൈ നടത്തിട്ടോ എന്താ മോണ്ടാനോ അല്ല ഇങ്ങനെയൊക്കെ വെച്ചു ഇവനെന്നാ മത്സരത്തിന് പോയാതിയല്ലോ ടൈം 30 സ്റ്റോപ്പ് 31 നോക്ക് 4 എണ്ണം 4 ബലൂൺ എടാ പൈസ എടുക്ക്
ഇജ്ജെന്താ കാട്ടിയേ? ക്യാഷ് പ്രൈസ് ഞാൻ ഇത് ഞാനീ കാണുന്ന പൈസ മൊത്തർക്ക് തൊള്ളക്കൈനെന്താ നാലത്തിന് 100 നാലത്തിന് 100 ആ ഇത് ഒരു ഗെയിമല്ലേ അപ്പൊ ഈ രണ്ടെണ്ണം വീർപ്പിച്ച ഇച്ചോ ഒന്നുമില്ല. പ്രൈസ് കേട്ടോ ഒന്ന് വിളിച്ച് നാലത്തിന് 100 ഒന്നിന് ഇത് ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ 100 അങ്ങനെയാണ്. ഫസ്റ്റത്തെ കളി ഇമ്മമ്മ കൊണ്ടുപോയി. അപ്പൊ ഇതില് ഫസ്റ്റ് അടിച്ചത് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിം ഇമ്മമ്മ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ കൊണ്ടുപോയി ട്ടോ. ഞാൻ ബാക്കിലുണ്ട് ട്ടോ. എന്നെ കൊച്ചാക്കി വേണ്ട. അപ്പൊ നമ്മള് മൂന്നാമത്തെ റൗണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മൂന്നാമത്തെ റൗണ്ട് ഗെയിം നീ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. സുന്ദരിക്ക് പൊട്ടിടൽ അതാണ്. അതായത് സുന്ദരിക്ക് പൊട്ടിടലാണ് നമ്മളെ മൂന്നാമത്തെ റൗണ്ട് ഇറങ്ങുന്നത്. അപ്പൊ വല്യമ്മ ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. സുന്ദരി ആരാ അറിയോ? സുന്ദരി ആരോ ഫോട്ടോ സുന്ദരിയേ സുന്ദരിയേ സുന്ദരി. ഇതാണ് സുന്ദരി. ഇതാരാ? ഇതാരാണോ? ആരാ കിരം? ഞാന്. വല്യമ്മ. അപ്പൊ എവിടെ വെക്കുക വല്യമ്മാനെ നമ്മള്? എവിടെ നിങ്ങൾ അടിച്ചു? കാതിൽ കമ്മല് കൂടില്ല. കല്യാണത്തിന് പോകുന്നല്ലോ. അതില് കമ്പലും പാടില്ലാന്ന്. ഇതേ പൊട്ടിടാൻ വേണ്ടി നമ്മള് സുന്ദരിക്ക് പൊട്ടിടാൻ വേണ്ടിട്ട് വാങ്ങിയ സാധനമാണ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ റൗണ്ട് ഇറങ്ങിയത് സുന്ദരിക്ക് പൊട്ടിടലാണ്. അപ്പൊ ഇമ്മമ്മ ത്രില്ലിലാണ്. നമ്മള് സുന്ദരിക്ക് പൊട്ടിടൽ ഇവിടെ ആരംഭിക്കുകയാണ്. മമ്മ നീച്ചി അവിടെ കുത്തിരിക്കാനല്ല പേര്. അപ്പൊ നമ്മള് പൊട്ടൊക്കെ വാങ്ങിയാണ്ട് സെറ്റ് ആക്കി വെച്ചിക്കണ്. നമ്മളെ സുന്ദരി അവിടെ ആക്കണ ഇവിടെ തെങ്ങിന്റെ അടിയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്നാണ്ട് നമ്മള് പൊട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോ ആദ്യം ഫസ്റ്റ് ഇതാക്കണേ. ഫസ്റ്റ് ഇമ്മാന്റെ റൗണ്ട് പൊട്ടൊക്കെ ഇന്നലെ വാങ്ങി സെറ്റ് ആക്കി പൊട്ടന്നെ ഞങ്ങള് വാങ്ങിക്കണം. കണ്ണ് കട്ടണ്ടേ? കണ്ണെട്ടണം കണ്ണൂത്തിക്കോട്ടോ. കാണണ്ടേ പറയണേ. മൂക്കമ്മക്കളെ കെട്ടണ് ആക്കണ്ടാവും. ടൈറ്റായി കെട്ടിക്കോട്ടോ. കണ്ണൊന്നുമില്ല. കാണുന്നില്ലേ? ആവൂ ആട്ടവില്ല. എന്താ ആട്ടവില്ലേ? ഇല്ല കാണില്ല. ഇതെത്ര? 2. ആ കറക്റ്റ്. ഞാൻ പറഞ്ഞേ കണ്ണാനുണ്ട്. അപ്പൊ കാണുന്നുണ്ടല്ലോ. ശ്വാസം കിട്ടണം. മൂക്ക് ചപ്പിളിച്ചുട്ടോ. ഇല്ല. ഇതെത്ര? 2. ആ ഓക്കെ. നീച്ചി അവിടെ ഇരിക്കല്ലേ. നിങ്ങളെയാണ് പൊട്ടിടാൻ പോണത്. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുക. എന്നാ ഉമ്മമാക്കില്ല പൊട്ടി നമ്മൾ കൊടുക്കുകയാണ്. ഉമ്മാക്കില്ല പൊട്ടി നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അയ്യവാ പൊട്ട് കൈ പിടിച്ച. ഇതാണ് പൊട്ട്. എവിടെ പിടിച്ചിട്ടാലോ അങ്ങനെ ഉണ്ട്. ഞാൻ ഒട്ടിച്ച ശരിയട്ടെ. ആട് പോയിക്കോളൂ. എങ്ങോട്ട് കൊണ്ട് അങ്ങനൊന്നുമില്ല. എന്തായാലും വിഗ്ഗൂല. ഞങ്ങളുണ്ടാവും ഒപ്പം. അപ്പൊ നോക്കി നടന്നോളി. ഇമ്മ ഇമ്മ ഇമ്മ. അപ്പൊ ഇനി കിട്ടി. നമ്മളൊന്നും പറയണ്ട. ആ തപ്പിക്കോ. അളവൊക്കെ ഉറപ്പിച്ചോ? കറക്റ്റ് ആണോ? പാളിയിട്ട് പിന്നെ 100 രൂപ പോകുക. നോക്കിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇട്ടു. അവിടെ ഇട്ടൂലേ? ആ ഓക്കെ. ഇങ്ങോട്ട് പോര്. ഞാൻ കൊണ്ടേ ഇനി അടുത്ത് തുറന്നു നോക്കി. എവിടെയാണ് നിമ്മക്ക് കാണണ്ടേ? ഇമ്മ എവിടെ കുത്തിയെന്ന് ഉമ്മക്ക് കാണണ്ടേ? എന്നാ കണ്ണുറന്നോളി. ആണോ? കൊഴപ്പില്ല. എന്തായാലും ഇവിടെ കൊണ്ടുവന്നാണ് കുത്തി വെച്ചിങ്ങനെ. കറക്റ്റ് ചെറിയൊരു കടവില്ലേ? ചെറിയൊരു വടവ്. അപ്പൊ ഇവിടെയാണ് കുത്തിക്കുന്നത്. കണ്ണുമേൽ പോയി കുത്തിക്കണേ. കണ്ണുമല്ല. ഇതാര് വീരപ്പനോ? വീരപ്പക്കുറിപ്പ്. അത് സാറല്ല. വരി ഇനി ഞങ്ങളൊക്കെ അങ്ങോട്ട് എത്തുമോ നോക്കട്ടെ. ഇങ്ങോട്ട് വരി. ഇത് മോണ്ടനാണ്. മോണ്ടന്റെ ടാസ്ക് ആണ്. ഇനി നമുക്ക് ഇനി മോണ്ടനെ വിടാം ഗൈസ്. അങ്ങനെ മോണ്ടനെ ഇവിടെ കെട്ടാൻ ആരംഭിച്ചിക്കണ്. ഓനേ ഓ കള്ളത്തരം കാട്ടുട്ടോ. ഉടായ്പിന്റെ തലയാണോ? അങ്ങനെ മുറുക്കൊന്നും വേണ്ട. മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് തല ഉണ്ടാവില്ല കേട്ടോ. മൂക്കൊക്കെ ചപ്പിടിച്ചിക്കണ്. ആരാണ് കെട്ടണേ? ഇമ്മ കടം കഴിക്കാണ്. ഇമ്മയുടെ കടം വീട്ടാണ്. പൊട്ട് കയ്യില് തന്നെ. ഇതാണ് പൊട്ട്. അതാണ് പൊട്ട്. ഇനി കറക്കിക്ക. ഓനെ നമുക്ക് കറക്കി വിടാം. തിരിഞ്ഞ പോയിക്കോ. അതങ്ങനൊന്നുമില്ല. ആണ് പോയിക്കോ. പതുക്കെ. ഇനി എനിക്ക് മനസ്സിലായി. ഒന്ന് മാറുന്നല്ലേ. ഓട് പോയിക്കോട്ടെ. ഇവിടെ എവിടെയാണ് തെങ്ങി?
അവിടെ തന്നെ പിടിച്ചോ പിടിച്ചോ എത്തി തെങ്ങുമെത്തി ആ കുട്ടിക്ക് വെക്കോ അത് നോക്കൂല ആ അതന്നെ തെങ്ങും തോപ്പിക്ക് പറഞ്ഞിട്ട് എങ്ങട്ടാ വിട്ടിക്കണേ തെങ്ങും തോപ്പാണ് ഞങ്ങൾ വിട്ടേ പക്ഷേ അവിടുന്ന് റൗണ്ട് ഇത് ചെയ്താണ് പോയി റൗണ്ട് കിട്ടിയാണ്ട് പോയി ഇതാരാ തള്ളാതെ തെങ്ങിട്ട് അങ്ങോട്ട് ആക്കി തരീന്നെ തെങ്ങിനാണ്ട് തന്നെ നല്ലവർക്ക് ഫസ്റ്റ് റൗണ്ട് തന്നെ ഞങ്ങൾ ആക്കി വിട്ടു പക്ഷേ അവിടുന്ന് യൂട്ടേൺ എടുത്താണ് പോയി വിട് ഓ തന്നെ ഇതായിക്കോളൂ വിട് ഇത് ഞാൻ എങ്ങനെ തെങ്ങ് കണ്ടുപിടിച്ച മോണ്ടൻ ഇയാളാ മോണ് വിലങ്ങടിച്ച് അവിടെ തന്നെ ഉണ്ട് സുന്ദരി അവിടെ തന്നെ ഉണ്ട് താഴെ തന്നെ കുത്തിക്കോ ആ ഇവിടെ ടേബിള് അപ്പൊ ഇവിടെയാണ് അവിടെ തന്നെ ഞാൻ പോകണം ഇതെന്ത് എന്താണ് ഇവിടെ? ഇജ്ജ പോയാലോ കിട്ടി എടാ ചെങ്ങാ തെങ്ങിന്റെ അടുത്തേക്ക് ആക്കി തരും തെങ്ങിന്റെ അടുത്തല്ല നല്ലതായിരിക്കും ഫസ്റ്റ് ഞങ്ങൾ ആക്കി തന്നെ പൊട്ടൊന്ന് പോയി കുത്തട്ടെ ഇവിടെ തെങ്ങിനെ റൗണ്ട് ഇട്ടി കളിച്ചേ മാറുമ്പോ ഇതാണ് തെങ്ങ് ഇത് 3 വട്ടം അതിന്റെ റൗണ്ട് ചുറ്റി അങ്ങനെ പോയിക്കണ് പള്ള വെച്ച് ചിരിച്ചു ഔജമ്മേ അങ്ങനെ തപ്പിയോക്കലൊന്നും ഇല്ല പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് മാറിക്ക് അവിടുന്ന് കറച്ചാണ് ഒരു നൂലിഞ്ചിന്റെ വ്യത്യാസം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവര് അടയാളം പിടിച്ചാ അവിടെ വെക്കും മമാന്റെ 2 കണ്ണും പോയി അതിന്റെ തെങ്ങിന് ചുറ്റും റൗണ്ട് അടിച്ച് അങ്ങനെ പോയിക്കണോ എന്നിട്ട് തെങ്ങിനെ തൊട്ടില്ല തെങ്ങിന്റെ അപ്പുറം പോയി തെങ്ങിന്റെ അപ്പുറം ഞാൻ അടുത്തറിഞ്ഞാലേ നമുക്ക് ആക്കിയാണ് പക്ഷേ എങ്കില് ഓന അടയാളം പിടിച്ചിക്കണേ ഓന് കറക്റ്റ് കുട്ടി എത്ര അടയാളം മുറിച്ചാലും ഞാനിപ്പോ അടയാളം പിടിച്ചിട്ട് കറക്റ്റാലിട്ട് മോണ്ടൻ ആ കോലൊക്കെ അടയാളം മുറിച്ചെടുത്ത് തപ്പിയോക്കലും ഇല്ല ആയിക്കോട്ടെ തപ്പിയോക്കലില്ല തപ്പിയോക്കല് വേണം ഞാൻ തപ്പിയോക്കില്ല അതന്നെ എന്നാ ഗൈസ് അനിയനെ നമ്മള് അങ്ങോട്ട് വിടാൻ പോവാണ് പൊട്ട് ഞാൻ കൈ കൊടുക്കാണ് ഉമ്മ കെട്ടിക്കഴിഞ്ഞോ ഒരു മയത്തിരെ കേട്ടോ എന്താ ഇത് ആകെ തൊള്ള അടക്കം കിട്ടി ശ്വാസം തട്ടി വെച്ച് ശ്വാസം വിടണേ കേട്ടോ നമ്മ കറക്കി കാണിയോനെ തപ്പിക്കോ എന്നെ കറക്കി മൈക്ക് കറക്കി കേട്ടോ തപ്പണ്ടോ പൊങ്ങാണ്ടില്ല ആയിക്കോട്ടെ ഇത് ഈ തപ്പിക്കോളാ ആ പോയിക്കോട് നേരെ പറഞ്ഞോ ഞാൻ നേരെ ആ നേരെ തന്നെ അനി നേരെ തന്നെ വിട്ട് കൈമന്നോട് നേരെ അവിടെ തന്നെ നേരെ 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 തന്നെ നേരെ ആ സൗകര്യമൊക്കെ പോയിക്കോ അതാ സംഗുന്നാണ് ഞാൻ ഇന്നിട്ട് കൊറേ കറക്കിയല്ലേ ആ പിന്നെ കണ്ടിട്ട് തന്നെയല്ലേ പോനീച്ചിട്ടു തെങ്ങിനെ പിടിച്ചു നീ നോക്കട്ടെ അയിമ ഇടുന്നുണ്ട് നോക്കട്ടെ ആ അവിടെ തന്നെ അവിടെ തന്നെ ഇട്ടോ അങ്ങനെ തപ്പിയോക്കലും ഓൻ തപ്പി നോക്കട്ടെ കയ്യില്ലട്ടോ ഇഞ്ഞവിടെ കൊണ്ടോർത്ത് ആവശ്യമില്ല കണ്ണൂര് ഞാൻ എന്താ കാട്ടാ കാട്ടാ പിന്നെ ഞാൻ കുത്തിയ മാറ്റിക്കല്ലേ എങ്ങനെ ഞാൻ കുത്തിയ മാറ്റിക്കല്ലേ അതൊന്നും മാറ്റി വെക്കൂലേ എമ്മ എന്താ പറഞ്ഞേ കടന്ന് പേരക്കിടാക്കും അങ്ങനെയല്ല സുന്ദരിക്ക് ഒട്ടുള്ള കളി അങ്ങനെയല്ല അങ്ങനെയല്ലേ എന്നാ പിന്നെ കേട്ടാ മതി അത് കുഴപ്പമില്ല അങ്ങള് പറയല്ലേ ആ പൊട്ടിന്റെ അടയാളം അവിടെയല്ലേ കുത്തിയത് അവിടെ കുത്തിയത് അത് മാറ്റി കുത്തിക്കണേ പിന്നെ ഞങ്ങളിവിടെ വീഡിയോയിൽ കാണുന്നുണ്ട് ഇന്നലെ മറ്റേ ആ പറ ആ ആ പിന്നെ അടുത്ത പറയും മക്ക അടുത്ത് കഴിഞ്ഞാ പേപ്പർ പോളി ആ ഓടാ ഓടെ ഓടുന്നേ ഞാൻ അടുത്ത ഉമ്മ അതിലെന്തോ ടൈപ്പത്തിലാണ് ഞാൻ വീഡിയോയിൽ കാട്ടിത്തരാം വീഡിയോ എടുത്തിട്ടില്ല അതിന് മുന്നേ തപ്പലൊക്കെ വലിയ ചോർക്കപ്പി മൂക്കുമ്പോ കൊണ്ടേ കുത്തി ഒന്നും വന്നില്ലല്ലോ അങ്ങനെ വാശിയേറെ മത്സരത്തിന് എല്ലാരും വെയിറ്റ് ചെയ്ത് കജ്ജി കൊടുത്തേണ്ടി കേട്ടോ ഞാൻ തപ്പി തടഞ്ഞു പോകും എനിക്ക് തോന്നണേ മോണ്ടത് പൊക്കിക്കണ് പേപ്പർ പൊക്കിക്കാണ് എനിക്ക് തോന്നണ്ടത് അതന്നെയാണ് പിന്നെ വട്ടം കറക്കല്ലേ ഇട്ടു കാണൂല ഇച്ചറിയില്ല ഇച്ചറിയില്ല എന്നാലും പറ എന്ത് പറയണ എന്നാലും
ഇത് എത്ര നമ്പർ എന്ന് പറയും ഉടായിപ്പെടുത്തി എന്നിട്ട് പറയും ഇത് എത്ര കണ്ണു കൂടെ കെട്ടിയിട്ടേ കണ്ണിന്റെ ഉള്ളിൽ കൂടെ കെട്ടിയിട്ടേ ആ കണ്ണ് കാണില്ല അല്ലടാ ഇത് കാണൂല കാണരുത് കണ്ണു കൂടിയാ കെട്ടിയത് കണ്ണ് നീച്ചാനും വയ്യ കണ്ണ് ഞാൻ കണ്ണ് നീച്ചു നമ്മളെ പോന്നിച്ചാണി ഉടായിപ്പ് വല്യമ്മ എടുക്കാൻ നിൽക്കരുതിട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി എവിടെ ശ്വാസം വിടാത്ത തൊള്ളി കൂടി ഉള്ളൂ. ഇതാണ് പൊട്ട് ദേ, എവിടെ നീ നേരെ പോയിക്കോളി ഫോട്ടോയിൽ ഇമ്മക്ക് ശ്വാസം ഒളിപ്പിച്ചിട്ട് ഞാൻ പോണു. എവിടേക്കാണ് പോയിക്കോളി അല്ലമ്മക്ക് അവൾക്ക് ആക്കി കൊടുക്കേ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനൊന്നുമില്ല വല്യമ്മ തപ്പട്ടെ പടികൾ ഒരു പടിയും കൂടി ഇല്ല കേട്ടോ ഞാൻ കയ്യില് കുഴപ്പമില്ല നിങ്ങൾ പോയി കാണുമോ ഞാൻ എടുത്തോളി ആയിക്കോട്ടെ എന്നായിക്കോട്ടെ തപ്പി പിടിച്ച് അതില പോയി വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളിവിടെ ഉണ്ട് എന്നാ എവിടേക്ക് അവിടെ ആയിട്ടില്ല അത് ഇടുമ്മ ആ മമ്മ കുത്തി ഇതാകണം ഇവിടെ അല്ലേ ആ അവിടെ തന്നെ നീ അവിടെ തന്നെയാണ് കണ്ണു കൊടുത്താലേ എവിടെ കുത്തിയെന്ന് പറഞ്ഞത് എവിടെ കുത്തിയ എവിടെ കുത്തി നെഞ്ചുമുഖനാണ് കുത്തിയെടുക്കുക ഇതാകണം സെറ്റല്ലേ എവിടെ പൊട്ട് കൊണ്ടത് പൊട്ട് വരെയുണ്ട് അവിടെ അല്ല കുത്താ പറഞ്ഞേ. മമ്മ മൈക്ക് വിചാരിച്ചാണ് അവിടെ അല്ല കുത്തി ഞാൻ ഇതിങ്ങനെ കടലാസ് കുടിച്ച് നോക്കുമ്പോ ഇവിടെ കുത്തി അവിടെ കുത്തി ഇതില് നമുക്ക് അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുത്തി ഇവിടെ കുത്തി ഉമ്മാക്ക് കൊടുക്കുക കാരണം പറയുമ്പോൾ ഞങ്ങളുടെ ഇതിൽ നമ്മൾ അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സാമ്യത്തിൽ കുത്തിക്കണ ഇമ്മയാണ് ഫസ്റ്റത്തെ റൗണ്ട് ഇമ്മല്ല കുത്തിക്കണ കണ്ണിന്റെ ഇവിടെ അപ്പൊ ഉമ്മാക്ക് നമുക്ക് അവാർഡ് കൊടുക്കാം കാരണം പറയുമ്പോ അമ്മയാണ് ഏറ്റവും എടുത്ത് കുത്തിക്കണേ അപ്പൊ കറക്റ്റ് കുത്തിയ ആളിജാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുത്തി ആ കുത്തിയില്ലേ എന്നിട്ട് മാറ്റി കുത്തിയല്ലേ തപ്പി നോക്കി തപ്പി ആ അപ്പൊ ഇച്ചാണ് ഇത് വീണ്ടും ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല ഓർമ്മ കുത്തിയത് അങ്ങനെ ഇതിത്തെ വിന്നർ ഞാനൊരു 100 ഉറുപ്പിക എടുത്തുക്കണ് ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള റൗണ്ട് അതായത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ മെയിൻ ആയിട്ടുള്ള റൗണ്ട് നമ്മൾ വരികയാണ് എന്താണ് വല്ല പുറത്തുണ്ട് ഇത് കഴിഞ്ഞു ഈ റൗണ്ട് കഴിഞ്ഞു ഇനി ഒരു കളി. ഒരു പുറത്തല്ല മക്കളെ എന്നാലും ഏകദേശം നിങ്ങൾ കടന്നലാണോ തേനീച്ചയാണോ ഈ പാമ്പാണോ ഞങ്ങൾക്ക് അറിയില്ല നമ്മൾ ഇങ്ങനത്തെ റൗണ്ടാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം അപ്പൊ നമ്മൾ ഇനി ആ റൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഇനി നമ്മളെ മത്സരം ഇവിടെ കണ്ടില്ല നിങ്ങളൊരു പെട്ടി ഈ പെട്ടിയിൽ നമ്മൾ ഒരു സാധനത്തിനിടും അത് ചിലപ്പോൾ സാധനങ്ങളാവാം ചിലപ്പോൾ വല്ല ജീവനുള്ള ജന്തുക്കളാവാം ചിലപ്പോൾ വല്ല കളിപ്പാട്ടാവാം എന്തും ആവാം എന്ത് സാധനമാവാം ചിലപ്പോൾ ജീവനുള്ള സാധനം വരെ ആവാം അതൊന്നും നമ്മൾ പറയണില്ല അപ്പൊ അതാണ് അത് എന്താണ് സാധനം എന്ന് പറയുന്നവർക്ക് 200 ഉറുപ്പ്യ ഓക്കെ 200 ഉറുപ്പ്യ എടുക്കണം ലാസ്റ്റ് എടുക്കണം ഇന്ന് എന്താ സാധനം കാണിച്ചു കൊടുക്കണല്ലോ അല്ല തുണിക്കണ്ണനെ കഞ്ഞി വെച്ച് വിട്ടാണോ ഒന്നും ചുറ്റണ്ട എല്ലാവരും നീച്ചാണി ഇവിടെ ഇരിക്കാനല്ല കൊത്തിയാലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ തേളാണെന്നുണ്ടെങ്കിൽ കൊത്തിയാലും കുഴപ്പമില്ല മനസ്സിലായോ എന്താണ് സാധനം നമ്മൾ പറയുന്നില്ല ജീവനെ പേടിയുണ്ടേ ജീവനെ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ നിന്റെ പൈസ പാരുണ്ടേ ഉമ്മാന്റെ പൈസ ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും അവിടെ തന്നെ ഉണ്ട് നമുക്ക് കളി തുടങ്ങാം അങ്ങനെ നമ്മളെ ഫൈനൽ റൗണ്ട് അല്ലത് ഫൈനൽ റൗണ്ട് ഗൈസ് നമ്മളെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാണ് അത്യാവശ്യം എക്സൈറ്റ്മെന്റോട് കൂടി എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണിത് അല്ലേ പിന്നെ നിങ്ങളോട് രണ്ടാളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഒരു തുമ്പത്തുനിന്ന് വേണമെങ്കിൽ തൊട്ട് തുടങ്ങാം ഫസ്റ്റ് തന്നെ സെന്ററിൽ ഒന്ന് തൊടരുത് ഒരു മൂലക്കലേക്ക് ഇരിക്കാലോ ഒരു പേടിയില്ല ഉമ്മ ഓക്കെ സെറ്റാണ് ആദ്യം ആദ്യം മമ്മ കൊടുക്കാം ആദ്യം മമ്മ കൊടുക്കാം എന്തായാലും എങ്ങനെ ഇതാക്കണ്ടേ ഇങ്ങനെ നോക്കിക്കോ കൈ ഇങ്ങനെ ഇടാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കരുത് അത് എന്താണ് സാധനം പറഞ്ഞിട്ടാണ് പൊക്കുക ആണിങ്ങനെ കണ്ടാലൊക്കെ അറിയാലോ എന്താ സാധനം അപ്പൊ ഓക്കെ അതൊക്കെ ഉണ്ടാവും അപ്പൊ ഗൈസ് നമുക്ക് നേരെ റൗണ്ടിലേക്ക് വിടാം ഗെയിമിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഇമ്മല്ല ഫസ്റ്റ് ഇമ്മ ഇവിടെ വരി ഇവിടെ ഫസ്റ്റ് ഇമ്മയാണ് ഒന്നുകൂടി മേടിക്കേണ്ട ആവശ്യമല്ല ധൈര്യം എടുക്കുക ഗൈസ് ഇതാണ് ആ സാധനം അപ്പൊ ഉമ്മ ഇതിനെ തൊട്ടിട്ട് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കാൻ പോവാണ് അവിടെ പേടിച്ചേണ്ട ആവശ്യമല്ല കേട്ടോ ഓക്കെ അല്ലേ നോക്കാൻ പാടില്ല കണ്ണ് നമ്മൾ കെട്ടിയിരിക്കണേ അതില് കൈ ഇടുക എന്നിട്ട് പറയാ മോഹങ്ങളല്ലേ ഇത് ചലഞ്ചാണ് അല്ലെ കാണിച്ചില്ലല്ല അതിന്റെ ഉള്ളിലേക്ക് നോക്കരുതിട്ടോ അതിന്റെ ഉള്ളിലേക്ക് നോക്കരുത് ഇത് കരഞ്ഞ ഇതിപ്പോ തന്നെ കരഞ്ഞു ദേശല്ല പോരെ കൈയിട് ആരാ പറഞ്ഞ ചെലപ്പോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണെങ്കിലോ ഫ്രൂട്ട്സ് ആണെങ്കിലോ തിന്നുന്ന സാധനം ആണെങ്കിലോ
ഞാൻ കടിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇട് മുന്നൊക്കെ കയറാൻ മെയിൻ നല്ല അടി മുന്നൊക്കെ കിട്ടും അയക്ക് നോക്കല്ലേ അറിയുമ്പോഴേ ഇത് മമ്മ കൊടുക്കണോ മാറി ഇതിനും പറ്റൂല കേട്ടോ ഉമ്മാനെ കൊണ്ട് പറ്റില്ല. ഉമ്മ പേടിത്തുറിയാണ് കരഞ്ഞിട്ടാണ് മാറി നിന്നാണ് പേടിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉമ്മമാർക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കട്ടെ പാമ്പാണെച്ചാലും വേണ്ടില്ല എന്നായാലും മരിച്ചു പൈസ എന്നാ കൈയിട്ടോളി. എന്താണ് നോക്കിട്ട് നോക്കിട്ട് പറയണോ പറഞ്ഞിട്ട് എടുക്കി പറയണോ പറയാനിപ്പോ എന്താ അത് എന്തോ മുരിങ്ങക്കായോ മുരിങ്ങാക്കായില്ലേ ജീവല്ലേ ഉണ്ടല്ലേ മമ്മ എന്താന്ന് പറയട്ടെ എന്താണ് പറ ഇച്ച് പറയാൻ കിട്ടുന്നത് മുരിങ്ങക്കായ് പോലത്തെ സാധനമാണ് കടിച്ചിട്ടാണെങ്കിലോ എന്താ എന്താണ് നോക്കിട്ട് പറയാം എന്താണ് ഇടുക്കി പാലി നോക്കാം ഇടുക്കി ഇച്ചറിയാഞ്ഞപ്പള് കണ്ണ് തന്നെ എന്നിട്ട് ഇച്ചറിയാ തന്നെയാണ് തന്നെ മനസ്സിനെ പേടിപ്പിച്ചാണ് എങ്ങോട്ടാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാൻ പാമ്പ് കുട്ടിയാക്കി എന്താണ് പ്ലാസ്റ്റിക്കാണ് ഞാനല്ലേ എടുത്തത് പ്ലാസ്റ്റിക്കാണിത് പ്ലാസ്റ്റിക് മരുന്ന് എങ്ങനെ മഴ കടിച്ചത് മനസ്സിലല്ലേ മലയാളികളും എപ്പോഴും പേരമ്പണ്ട് ഇത് പ്ലാസ്റ്റിക്കാണ് എന്തിനാ പേടിച്ചത് എന്തിനാ കയ്യേരി മുരിങ്ങാക്കായി ആദ്യം പാമ്പാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഇമ്മാക്ക് കൊടുത്ത ടാസ്ക് ആണ്. പക്ഷേ എങ്കിൽ ഇമ്മാക്ക് പേടി കാരണം ഉമ്മ ഇന്ന് പിന്മാറി വിചാരിച്ചുകൊണ്ട് എന്താ ഉമ്മാക്ക് നഷ്ടമായി. ഏറ്റവും സിമ്പിളാണ് സാധനത്. ഇനി ഉമ്മാക്ക് നമ്മൾ കൊടുക്കാൻ വിചാരിച്ച കുറച്ച് ഡേഞ്ചറാണ്. അത് ഇനിയിപ്പം ഉമ്മാക്കിക്കാൻ അടുത്ത ടാസ്ക് നമുക്ക് ഉമ്മാക്ക് കൊടുക്കാം. ഗൈസ് നമ്മളെ സാധനം നമുക്ക് കിട്ടിക്കണേ. ഉമ്മ ഇങ്ങോട്ട് നോക്കിയാണ്ടല്ലോ ഉമ്മ. ഇല്ലടി ഞാൻ നോക്കി. രണ്ടാളും പറയാനുള്ളത് മുറുക്കി പിടിക്കരുത്, അത് അമർത്തി പിടിക്കാൻ പാടില്ല. നമ്മള് ടാസ്ക് തുടങ്ങാൻ പോകാം. ഒന്നും പേടിക്കണ്ട. അമ്മ ആദ്യം അങ്ങനെ മനസ്സിലിങ്ങനെ ഒന്ന് ആലോചിച്ചോ. 1 2 3 സ്റ്റാർട്ട്. എടാ മുന്നേ അനക്കേലും കുറച്ച് സ്നേഹം ഉണ്ടോ? ഉണ്ട്. എടാ എന്റെ ഉമ്മാന്റെ മാതിരി കരുതടാ പറയടാ. ഒന്നുമില്ല, എന്റെ ഉമ്മാന്റെ ഒപ്പം പഠിച്ചല്ലേ. വരുന്നോട്ട് എത്തുമുട്ടിയെ വരുന്നോടത്ത് വെച്ച് കാണാം. മോണ്ടാ ഇല്ല കടിച്ചു തലയും പരത്തും ഞാൻ രണ്ടാളിനെ കടിച്ച ആയിക്കോട്ടെ. കടിച്ചു പാത്രത്തിലാ നോക്കിയാലും കൊണ്ട് മറുപടി കാണൂല. എന്താണ് തട്ടിയോ? ബലം പിടിച്ചോട്ടോ. ഇതോട് മുട്ടി ഏതായാലും കൊല്ലാണ് ഈ മക്കളല്ലേ. തന്നെ കുറച്ചു കാലം കൂടി കൊല്ലാണെങ്കിലും മക്കളല്ലേ. പൂച്ചക്കുട്ടിയെ കരമാണെങ്കിൽ മുട്ടിയില് അല്ല തൊട്ടോ എങ്ങട്ടാണ് നോക്കേ. അപ്പൊ എന്തേക്കാരം പാമ്പ് പാമ്പ് മുള്ളോ അതെന്തു പറക്കും കൊള്ളി കൊല്ലിയോ? ഉറങ്ങാണോ മുന്നേ ഉറങ്ങാണോ? അല്ല എടുക്കട്ടെ. ഇതാണ് ഉമ്മ മേടിച്ച സാധനം. ഇത്ര ടൈമാണ് എടുത്തതോ. എന്നിട്ട് എങ്ങനെ അവസാനം മനസ്സിലായതോ? ഇങ്ങനെ തൊട്ടപ്പാ മുള്ളിച്ച് ഇങ്ങനെ കിട്ടി. അപ്പൊ അതല്ല ഉമ്മമാരുടെ ആദ്യം തന്നെ തൊടാൻ പറഞ്ഞേ. ഇനി അടുത്തത് അൻ്റെത്. ഓ കണ്ടോണ്ടി, ഓൻ ചെയ്യണ എങ്ങനെയെന്ന് കണ്ടോണ്ടി. ഇത് ഇന്റെ സെലക്ഷൻ ആട്ടോ ഗൈസ്. ഇതാണ് സംഭവം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അനി നോക്കല്ലേ. ഇതാണ് സംഭവം. കുറച്ച് സീനാണ്. ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇത് വാങ്ങിയതാണ്. കാരണം ഉമ്മാക്കും ഉമ്മമാക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഇതാക്കാം. അതായത് കളിപ്പാട്ടോ ചിലപ്പോ മുറിയാവും. എന്തെങ്കിലും വെച്ച് നമുക്ക് ആക്കാം. പക്ഷെ ഞങ്ങൾ രണ്ടാളും ചെക്കന്മാരാണ്. എനിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഇത് ഞാൻ ഇന്നലെ സ്പെഷ്യലായിട്ട് പോയി വാങ്ങിയാണ്. അത് പ്രത്യേകിച്ച് ഇത് ചെക്കനായതുകൊണ്ട്
ഇത് പിന്നെ നമ്മളെ ഏട്ടൻ അനിയന്മാരായോണ്ട് രോമാഞ്ചേരിയിലൊക്കെ യൂസ് ചെയ്യണ സാധനം അതന്നെ. എന്ത് ധൈര്യക്കുറവ് കജ്ജിട്. വലിയ ആളെപ്പോലെ ഇങ്ങനെ ഇടി 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 അറിയിട്ട് ഞെട്ടിച്ചീനല്ലോ. പോത്തിനെ കൊണ്ട് വായ അടിക്കണ മാതിരി വെട്ടിച്ചീനി. ഒരു ധൈര്യം. എന്താ നോക്കട്ടെ. ഏ ഏ എന്താ ചെറിയ കോട്ടത്? മണ്ടുണ്ടത്. ഏ ഏ എന്താണ് കിട്ടണില്ലേ? കുടിച്ചോ? മനസ്സിലായി. ഇതെന്തറിയോ, മറ്റേ ഈച്ചന ഒട്ടണ മറ്റേ സാധനല്ലേ? അതന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈച്ചന ഒട്ടണ മറ്റേ സാധനം. ആ സാധനം കൊണ്ടുവച്ചീനി. അപ്പൊ ഞാനും എമ്മി ഏകദേശം മനസ്സിലാക്കി. ഇനി അടുത്ത് 1 കിലോ റൗണ്ട് അല്ലേ? അനക്ക് വേണ്ടേ? എന്തൊക്കെ കണ്ടിച്ചു നോക്കട്ടെ ഗൈസ്. നമുക്ക് അധികം ഇതായിട്ടുള്ള സാധനമൊന്നും കിട്ടില്ല, പക്ഷെ ഏകദേശം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സാധനം നമ്മൾ ചെയ്യാണ് ഗൈസ്. അങ്ങനെ മോണിറ്ററിന്റെ ചാൻസിലേക്ക് നമ്മൾ എത്തിക്കാണ്. തിരിഞ്ഞാളാ എന്താണ് നോക്കിയിട്ട് പറഞ്ഞോ. എനിക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല, കാരണം നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. ഇവിടുത്തെ കോഴിക്കാട്ടോ മറ്റേ ഇതൊന്നും ആയിരുന്നിട്ടോ, പൂച്ചക്കാട്ടോ അതൊന്നും അറിയാൻ പറ്റില്ല. അല്ലെ വല്ല പൂച്ചക്കുട്ടി എനിക്ക് നോക്കല്ലേ. അല്ല ഇപ്പൊ എന്തിക്കാരോ മരത്തിലൊക്കെ തുറന്നേക്ക് നല്ലത്. ഇടാൻ പറ്റേ? ഇടറാ. ഇവിടെ ഇപ്പൊ നമ്മളെ പേരന്റെ അടുത്ത് അങ്ങനെ വലിയ ഡേഞ്ചർ ആയിട്ട് സംഭവമൊന്നുമില്ല. നമുക്ക് ബേഡ് ബേഡ്. എടാ, ഊ. എനിക്ക് നോക്കല്ലേ, എനിക്ക് നോക്കല്ലേ. നോക്കില്ല, നോക്കാൻ പറഞ്ഞു. അന്റെ കജ്ജിന്റെ സ്മെല്ല് കിട്ടിയ മണത്ത് നോക്കാൻ പാടില്ല. ആ പിന്നെ മണത്ത് നോക്കാം. പിന്നെ എന്താ ഉമ്മ ചോദിക്കോ? തൊട്ടച്ച് ദൂരട്ട കഴിയാക്കേണ്ടി വരും. എന്റെ ഉമ്മ ഇജോന്റെ മൂന്തമ്മ കജ്ജിന്റെ ഓന് സ്മെല്ല് കിട്ടി. ഇജ് കോഴിക്കാട്ടെ വാരിക്കൊണ്ടെന്നീനെ. ആ നല്ല കോഴിക്കാട്ടല്ല കോഴിക്കാട്ടല്ല പോരെ, പൂച്ചക്കാട്ട പൂച്ച കാട്ടല്ല, തൊടല്ലേ. ചക്ക ചക്ക എന്താ കരുതിയേ? ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. അവിടെ നമ്മള് ചക്ക കൊണ്ടുവന്ന് വെച്ചു. അത് നോക്കി അതിനെ പിടിച്ചു നോക്കി നോക്കിയ ഏതാ വൈബ്. അത് പ്ലാസ്റ്റിക് ആണ് എന്റെ അമ്മ. പ്ലാസ്റ്റിക് ആയാലും പേടി തന്നെയല്ലേ. നമ്മക്ക് ഈ ജാതി പേടിയില്ല സാധനം. ആ എന്നാ ഉമ്മാക്ക് 100 റുപ്യ. എന്നാ ഇവിടെ പൈസ ദാനം ചെയ്യാണ്. എന്നാ ഉമ്മാക്കുള്ള 100. ഞമ്മാക്കും കൊടുക്കും. പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന അടുത്ത് ഉമ്മ മുരിങ്ങാക്കായി എന്ന് പറഞ്ഞത്. ഉമ്മ തോറ്റു. അടുത്തില്ലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല. ഞാൻ പേടിച്ചിട്ട് ഉമ്മ കജ്ജിട്ട് ഈ സാധനത്തിന് എടുത്ത Guys, എന്നാ നമുക്ക് ഉമ്മമാന്റെ ധൈര്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ആ ഒരു ധൈര്യത്തിന് നമുക്ക് 100 റുപ്യ കൊടുക്കാം. ഇവിടെ അനക്ക് പൈസ കിട്ടിയില്ലേ? എനിക്കപ്പ പൈസ കിട്ടി. കിട്ടില്ല. നന്നായിട്ട് എന്നാ എല്ലാരും പൈസ ഒക്കെ പിടിച്ചു നോക്കി. ഇങ്ങക്ക് 300 കിട്ടിയ പൈസയും കൊണ്ട്. ആ എന്നാ ഗായ്സ് നമുക്ക് വീഡിയോ അതിന്റെ അപ്പൊ നമ്മളെ ക്യാഷ് പ്രൈസ് കിട്ടി നമുക്ക് കാട്ടിത്തരാം. നീ ഇടക്കിടക്കില്ലേ ഇതേപോലത്തെ ചലഞ്ചുകൾ ഉണ്ടാവട്ടെ അല്ലെ, പൈസ അങ്ങനെ ഉണ്ടാക്കാം. മോട്ടന് 100ഉം എനിക്ക് 300ഉം മമ്മാക്ക് 300. എനിക്ക് ഇവിടുന്ന് 100. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ 100 അവിടെ അതിന്റെ 100 കടം പറ്റി. ഞാൻ ജയിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ മാതിരിക്ക് നമ്മളൊരു ചലഞ്ച് വീഡിയോ നമ്മൾ ചെയ്തു. അതിലിപ്പോ നല്ല ഏറ്റവും എനിക്ക് പറയാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മ നല്ല രീതിക്ക് പേടിച്ചാണ്. കാരണം ഇമ്മക്ക് ഒന്നാമത് നല്ല പേടിയുണ്ട്. കാരണം എന്താണ് സാധനം, ഇമ്മക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇമ്മാനെ പണ്ട് കടുന്നൽ ഇതൊക്കെ കുത്തിയാണ്. അത് ഒന്നല്ല അല്ലേലും പേടി തന്നെ, പണ്ടേ വലിയ പേടി തോന്നിയാ. അപ്പൊ നല്ല പേടിയുള്ള ആളാണ്. അപ്പൊ ഉമ്മ അത്യാവശ്യം നല്ലോണം പേടിച്ചാണ്. എനിക്കും ഉമ്മമാക്കും പിന്നെ വലിയ ഇതില്ല. ഉമ്മ പിന്നെ ഒറ്റ കൊടുത്തോ ഇമ്മമ്മ. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.